ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി കിറ്റുമായിട്ടാണ്. അപ്പോൾ ചെറിയൊരു കിറ്റാണ്. ചെറിയ കിറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് മെറ്റീരിയൽസ് അത്യാവശ്യം നമുക്ക് ഐറ്റംസ് ഉണ്ടാക്കാനായിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് അതിനകത്തുണ്ട്. എന്നാൽ പ്രൈസും അധികമില്ല. ചെറിയൊരു എമൗണ്ടിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസാണ്, എന്തൊക്കെ ഐറ്റംസ് ആണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതാ ഇതുപോലുള്ള ഹെയർ ബോ ആണ്. ഇത് പ്ലാസ്റ്റിക് ആണ്, 1/2 ഇഞ്ചിൻ്റെത്. അപ്പോൾ അത് തന്നെ നമുക്കൊരു 4 പീസാണ് കേട്ടോ വരുന്നത്. 4 പീസിൻ്റെ ഹെയർ ബോ ഉണ്ടാകും. പിന്നെ വരുന്നത് സാറ്റിൻ ആണ്. സാറ്റിൻ ഇതും ഒരു 4 പീസാണ് കേട്ടോ വരുന്നത്. 4 പീസിൻ്റെ സാറ്റിൻ ഹെയർ ബോയും 4 കളറിലാണ് കേട്ടോ ഉണ്ടാവുന്നത്. പിന്നെ വരുന്നത് കമ്പിയാണ്. ഇപ്പോൾ കമ്പി ഇല്ലാത്ത ഹെയർ ബോ ഇല്ലല്ലോ, എല്ലായിടത്തും ഇപ്പോൾ ഇതാണ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മളിതിനകത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 പീസ് ഉണ്ടാകും. പിന്നെ വരുന്നതാണ് നമ്മുടെ പ്ലെയിൻ ഹെയർ ബോ. അതും ഒരു 4 പീസ്. അപ്പോൾ നമ്മുടെ ഹെയർ ബോയിൽ വരുന്ന 4 ഐറ്റംസ് നമ്മളിതിനകത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹെയർ ബോ 4 ഐറ്റംസായി. അടുത്തത് വരുന്നതാണ് നമ്മുടെ ഗ്ലിറ്റർ ട്യൂബ്. ഗ്ലിറ്റർ ട്യൂബ് 1 മീറ്ററിലാണ് കേട്ടോ വരുന്നത്. 1 മീറ്ററിൽ 2 കളറാണ്. അപ്പോൾ 2 മീറ്റർ, ടോട്ടൽ 2 മീറ്ററാണ് ഉണ്ടാവുന്നത്. ഏതെങ്കിലും ഒരു 2 മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടാകും. ഓക്കെ, പിന്നെ വരുന്നത് ബീഡ്സ് ആണ്. ഏതെങ്കിലും ബീഡ്സുകളായിരിക്കും കേട്ടോ വരുന്നത്. ചിലപ്പോൾ മിക്സ്ഡ് ബീഡ്സുകളായിരിക്കും. കാരണം നമുക്ക് ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഒക്കെ ഇടയിൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കാനും, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഒറ്റ കളർ തന്നെയായിട്ട് ഒരു മോഡൽ തന്നെയായിട്ട് ഉണ്ടാകും. 25 ഗ്രാമാണ് ഒരു പാക്കറ്റ്. 25 ഗ്രാമാണ് ബീഡ്സ് വരുന്നത്. 25 ഗ്രാം ബീഡ്സ്. പിന്നെ വരുന്നത് സാറ്റൻ്റെ റിബണാണ്. സാറ്റിൻ റിബൺ 1 ഇഞ്ചിൻ്റെയാണ്. 1 ഇഞ്ചിൻ്റെ ഒരെണ്ണം ഉണ്ടാകും. അതല്ലാന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചിൻ്റെ ആയിരിക്കും. 1/2 ഇഞ്ച് ആണെങ്കിൽ 2 പീസ്, 1/2 ഇഞ്ചിൻ്റെ ആണെങ്കിൽ. ഓക്കെ, അങ്ങനെ സാറ്റിൻ്റെ റിബൺ. പിന്നെ വരുന്നത് പോളനാണ്. പോളൻ ഇപ്പോൾ നമ്മൾ ഈ ഒരു കളറാണ് വെച്ചിരിക്കുന്നത്. സാറ്റിൻ്റെ ഹെയർ ബോ നോക്കിയിട്ട് അതിനകത്തുള്ള ഏതെങ്കിലും ഒരു കളറായിരിക്കും കേട്ടോ പോളൻ വെക്കുന്നത്. ഒരു ബഞ്ച് പോളൻ ഉണ്ടാകും. പിന്നെ നമ്മുടെ വരുന്നത് കുട്ടികളുടെ നൈലോൺ ബാൻഡാണ് കേട്ടോ. 2 പീസ് ഉണ്ടാകും. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല മെറ്റീരിയലാണ്. കുട്ടികൾക്ക് വെച്ചാലൊന്നും ചെവി വേദന ഒന്നും എടുക്കത്തില്ല. നല്ല സോഫ്റ്റാണ്, എന്നാൽ അത്യാവശ്യം നല്ലപോലെ വലിയുകയും ചെയ്യും. ഓക്കെ, അത് 2 പീസാണ് കേട്ടോ അത് വരുന്നത്. പിന്നെ വരുന്നത് അലിഗേറ്റർ ക്ലിപ്സ് ആണ്. 4.5 ആണ് സൈസ് വരുന്നത്. ഒരു 4 പീസാണ് കേട്ടോ വരുന്നത്. 4.5 4 പീസ്. പിന്നെ വരുന്നത് ഫോം ഫ്ലവർ ബഞ്ചായിട്ടുള്ളതല്ല, ഇങ്ങനെ ഇതുപോലത്തെ പീസായിട്ട് വരുന്നത്. 10 പീസാണ് കേട്ടോ ഉണ്ടാവുന്നത്. 10 പീസിൻ്റെ ഫോം ഫ്ലവർ. പിന്നെ നമുക്ക് അലിഗേറ്ററിലൊക്കെ ഒട്ടിച്ച് കൊടുക്കാനും, അതുപോലെ തന്നെ സാറ്റിൻ്റെ ബോയിലാണെങ്കിലും എന്താണെങ്കിലും, ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ ബാൻഡിൽ തന്നെ ആണെങ്കിലും ജസ്റ്റ് ഒരെണ്ണം ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്ത്, അല്ലെങ്കിൽ തന്നെ ഈ സെയിം കളറിലെ എന്തെങ്കിലും ഇപ്പോൾ ഒരു സ്റ്റോണോ അല്ലെങ്കിൽ ഒരു ബീഡ്സോ എന്താണെങ്കിലും ജസ്റ്റ് നടുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. കാരണം സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ ഒരു കോട്ടനാണ്. ഇത് കോട്ടൻ്റെ ഫ്ലവറാണ്. നമ്മൾ ഇതിന് മുന്നേ നമുക്ക് ഉണ്ടായിരുന്നത് പോലത്തെ കോട്ടൺ ഫ്ലവറും, അത് നടുക്ക് സ്റ്റോൺ വരുന്ന ടൈപ്പാണെന്നു. ഓൾറെഡി സ്റ്റോൺ വന്നിട്ടായിരുന്നു നമുക്ക് വന്നിരുന്നത്. ഇത് പ്ലെയിൻ ആണ്, കോട്ടൻ്റെ തന്നെ പ്ലെയിൻ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഡ്സൊക്കെ ആണെങ്കിൽ, ഹോളുള്ള ബീഡ്സൊക്കെ ആണെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നടുക്ക് സ്റ്റോണൊക്കെ ആണെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വേണേലും ഇതിനകത്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ സാറ്റിൻ്റെ ബോയിലും ഒക്കെ ആണെങ്കിൽ 2-3 പീസൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിലും കണ്ടോ, ഇതുപോലെ 2-3 പീസൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതനുസരിച്ചുള്ള കളർ നിങ്ങൾ നടുക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ അലിഗേറ്റർ ക്ലിപ്പ്. അലിഗേറ്റർ ക്ലിപ്പിലാണെങ്കിലും 1 അതല്ല 2 എണ്ണമാണെങ്കിലും ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് വരുന്നത്. പിന്നെ വരുന്നത് ഒരു ഐറ്റം കൂടി ഉണ്ട്. ഇതുപോലത്തെ ബാൻഡ് 2 പീസായിരിക്കും കേട്ടോ വരുന്നത്. ഏതെങ്കിലും ഒരു കളറിൽ ഇതുപോലെ 2 പീസ് ബാൻഡ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര ഐറ്റംസാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാകും. 290 രൂപയാണ് കേട്ടോ വരുന്നത്. അതും ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് എക്സ്ട്രാ വേണ്ടി വരില്ല.
ഈ 290 തന്നെ നമുക്ക് ഷിപ്പിംഗ് ചാർജും കൂടി ഉണ്ടാകും. നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. ഇത്രയും ഐറ്റംസ് നിങ്ങൾക്ക് 290 അതും ഫ്രീ ഷിപ്പിംഗ് അല്ല, ഷിപ്പിംഗ് ചാർജ് കൂടി കൂട്ടിയിട്ട് ഷിപ്പിംഗ് കൂടി കൂട്ടിയിട്ടുള്ള പ്രൈസാണ് 290 രൂപ വരുന്നത്. ഓക്കെ, അപ്പോൾ ബിഗിനേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ തന്നെയല്ല, നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും പറ്റും. ഈ ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയൊരു ലാഭം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാഭം കിട്ടാതിരിക്കില്ല. ഇത്രയും മെറ്റീരിയൽസ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് നല്ല മോഡലുകളും ഇതിനെ നിന്ന് ചെയ്തെടുക്കാം. കാരണം ബീഡ്സ് ആണെങ്കിലും ഗ്ലിറ്റർ ട്യൂബ് ആണെങ്കിലും അതുപോലെ തന്നെ പോളനും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് പല രീതിയിലുള്ള വർക്ക് നമുക്ക് ഇത് വെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക. കൂടാതെ നിങ്ങൾ ഇൻസ്റ്റയിലാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കരുത്. കാരണം ഇൻസ്റ്റയിൽ ഞാൻ അങ്ങനെ നല്ല ആക്റ്റീവ് അല്ല. മെസ്സേജ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാനും വൈകും. അപ്പോൾ അതുകൊണ്ട് വേണ്ടവർ വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ. അതുപോലെ തന്നെ കോൾ ചെയ്യരുത്, പരമാവധി കോൾ ഒഴിവാക്കാം. ഓക്കെ, ബൈ.